ക്യാൻ ചലച്ചിത്രമേളയുടെ റെഡ് കാർപ്പറ്റിൽ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു നിന്ന മലയാളികളിൽ ഒരാൾ കനി കുസൃതി. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന പയൽക്കപാടിയ ചിത്രം ക്യാനിൽ നേടിയ നേട്ടത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് കനി പറയുന്നത് ഇങ്ങനെ. എന്തായാലും സന്തോഷമായിരിക്കും, സന്തോഷമാണ്. പിന്നെ പറഞ്ഞ പോലെ എനിക്കൊന്ന് പാലിന് അത് വളരെ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും കൂടി എന്തൊരു അവാർഡ് കിട്ടിയ പോലത്തെ ഒരു ഫീൽ ഇന്ത്യക്കാർക്ക് കിട്ടിയ പോലെ ഉണ്ട്. എന്നാലും എന്ത് കൂടുതലൊരു സ്ത്രീകളുടെ മൊത്തം സന്തോഷം പോലെയാണ് അനുഭവിക്കുന്നത്. റെഡ് കാർപ്പറ്റിൽ തണ്ണിമത്തൻ ബാഗുമായി എത്തിയ കനിക്ക് ചലച്ചിത്രമേള രാഷ്ട്രീയം കൂടിയായിരുന്നു. പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുകയെന്നത് നേരത്തെ തന്നെ ആലോചനയിൽ ഉണ്ടായിരുന്നുവെന്ന് കനി. നിലപാടില്ലാത്തവരാണ് മനുഷ്യർ ഞാൻ ഇരിക്കുന്നില്ല. എല്ലാവരും പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ തീരുമാനിക്കാറില്ല എപ്പോഴും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പരിപാടിക്ക് പോകാൻ എന്തായാലും ഉറപ്പിച്ചപ്പോൾ ഞാൻ ഒരു സോളിഡാരിറ്റി പറയണം, അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യം ആദ്യം ഇതായിരുന്നു. പല ആർട്ടിസ്റ്റുകളും പലതരത്തിലുള്ള അങ്ങനത്തെ സോളിഡാരിറ്റിയും പ്രൊട്ടസ്റ്റും ചെയ്തിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല ഇത് ചെയ്തത്. സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് അല്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ എത്രത്തോളം ഒറ്റപ്പെട്ടു പോവുകയും പിന്നെ നഗരങ്ങൾ സാധാരണ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അതിലുള്ള സ്ത്രീകളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഒരു കഥ. മലയാളികളായ ദിവ്യപ്രഭ, അസീസ് എന്നിവർക്കൊപ്പം ചിത്രത്തിലേക്ക് എത്തിയത് ഓഡീഷൻ വഴിയാണ്. ഓഡിഷൻ ചെയ്തു, പിന്നെ പലരെ ഓഡിഷൻ ചെയ്തു, വീണ്ടും തന്നെ ഒരു തവണ ഓഡിഷൻ ചെയ്തു. രണ്ടാമത്തെ ഓഡിഷനിലാണ് കിട്ടുന്നത്. ദിവ്യ ആദ്യം ഇതിന് വേണ്ടിയിട്ടാണ് ഓഡിഷൻ ചെയ്തത്. അസീസൊക്കെ ചെയ്ത ക്യാരക്ടറാണെങ്കിലും ഹൃദു ചെയ്ത ക്യാരക്ടറാണെങ്കിലും ഒക്കെ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തിട്ടാണ് കിട്ടിയത്. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ സിനിമ ക്യാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരം കൈപ്പിടിയിലൊതുക്കുമ്പോൾ മലയാളികളും അഭിമാന തിളക്കത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.